കോതമംഗലം നഗരത്തിൽ പരിഭ്രാന്തി പരത്തി ഇതര സംസ്ഥാന തൊഴിലാളി. യാതൊരു പ്രകോപനവുമില്ലാതെ കടകൾക്കും വഴിയാത്രക്കാർക്കും നേരെ ഇയാൾ അക്രമം അഴിച്ചുവിട്ടു. ആംബുലൻസ് സർവീസ് നടത്തുന്ന സ്ഥാപനത്തിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. പോലീസ് സ്ഥലത്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അബ്ദുൽ നാസർ വിവരങ്ങൾ നൽകും. അബ്ദുൽ, വിശദാംശങ്ങൾ. അനിഷ, ഇന്ന് പുലർച്ചെയാണ് കോതമംഗലം കോഴിപ്പള്ളി കവലയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി എത്തുന്നത്. അതായത് ഇദ്ദേഹം ലഹരിയിൽ ആയിരുന്നു എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അദ്ദേഹം ശവമഞ്ചവും ആംബുലൻസ് സർവീസും എല്ലാം നടത്തുന്ന കടയുടെ ചില്ലടിച്ചു തകർക്കുകയായിരുന്നു. തുടർന്ന് മേഖലയിൽ ഒട്ടനവധി ഒരു പരിഭ്രാന്തി പരത്തുകയൊക്കെ ചെയ്തു. ആ സമയത്ത് പുലർച്ചെ സമയമായത് കാരണം കുറച്ചുപേർ മാത്രമായിരുന്നു ആ സമയത്ത് കവലയിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. തുടർന്നാണ് ഇയാൾ ഈ കടയുടെ ചില്ലടിച്ചു തകർക്കുന്നതിലേക്കെല്ലാം നീങ്ങിയത്. ഈ ചില്ലടിച്ചു തകർക്കുന്നതിനിടയിൽ ഇയാൾക്ക് തന്നെ പരിക്കേറ്റിരുന്നു. തുടർന്ന് അവിടെയുള്ള നാട്ടുകാർ അറിയിച്ചതിന്റെ പ്രകാരമാണ് പോലീസ് സ്ഥലത്തെത്തുന്നതും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതും. ഇയാളുടെ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല. പോലീസ് ചോദിക്കുന്നതിനും ഇദ്ദേഹം വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഇയാൾ ഉദ്ദേശം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഇയാൾ ഈ കടയ്ക്കും സമീപത്തുള്ള കടകളിലൊക്കെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇയാൾ ലഹരിയുടെ ഭാഗമായി ചെയ്തു കൂട്ടിയ കോപ്രായങ്ങളാവാം, അല്ലെങ്കിൽ അതിക്രമങ്ങളാകാം ഇതെന്നാണ് പോലീസ് ഇപ്പോഴും അനുമാനിക്കുന്നത്. ശരി.